രാജകുടുംബത്തിൽ ഒരു അംഗത്തെ കൊണ്ട് സത്യവാങ്മൂലം നൽകണമെന്ന് ബഹുമാനപ്പെട്ട കോടതി നിർദ്ദേശിച്ചിരുന്നു. അങ്ങനെ ആരെങ്കിലും വന്നിട്ടുണ്ടോന്ന് ബഹുമാനപ്പെട്ട കോടതി ആരായണമെന്ന് അപേക്ഷിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്താണ് പ്രതിഭാഗം വക്കീലിന് പറയാനുള്ളത്? എനിക്കും അതെ, രമേശിക്കും അതെ. ദേവി, എല്ലാം അറിയാലോ. ജീവിതത്തിൽ ഈ നിമിഷം വരെ ആർക്കും ഒരു ദോഷവും ചെയ്തിട്ടില്ലാത്ത ആളാ എന്റെ അച്ഛൻ. പാവം ഇപ്പൊ ജയിലിൽ കിടന്ന് നരകിക്കുക. അച്ഛന്റെ അവസ്ഥ കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഒരു തെറ്റും ചെയ്യാത്ത ആ പാവത്തിന്റെ കോടതി വിസ്താരം ഇന്ന്. ജാമ്യാപേക്ഷ ഒരിക്കൽ തള്ളിപ്പോയതാ. ഇന്നെങ്കിലും എന്റെ അച്ഛന് ജാമ്യം അനുവദിച്ച് കിട്ടണേ എന്റെ ദേവി. അല്ല, അമ്മ ഇതെങ്ങോട്ടാ? അമ്മയും കോടതിയിൽ വരുന്നെന്നോ? അച്ഛനെ കാണണമെന്നോ? അമ്മ വന്ന ശരിയാവില്ല. അമ്മയെ കണ്ട അച്ഛന് സങ്കടാവും. മാത്രമല്ല കോടതിയാ. എന്താണോ ഇയാളെതൊരു റെഡിയായില്ലേ? ഇതേ ചന്തയിൽ പോകുന്ന കണക്കല്ല, 11 മണിക്ക് കേസ് വിളിക്കും. ഓ, ഞാൻ കരുതി കോടതി രാത്രിയിലാ കൂടുന്നേന്ന്. ഇയാൾക്ക് മാത്രമല്ല, കോടതി എപ്പോഴാ കൂടുന്നെന്നും പിരിയുന്നെന്നും ഞങ്ങൾക്കും അറിയാം. ഓ, അടുത്തിരിക്കുന്ന ആളിന്റെ ഉത്തരക്കടലാസ് കോപ്പി അടിച്ച് ജയിച്ചിട്ടേ ഒരാളുടെ ഗമ കണ്ട ജഡ്ജിയാണെന്ന് തോന്നും. എന്റെ അമ്മോ, ഒന്നുമില്ലേലും തള്ളിന് ഒരു കുറവുമില്ല. അതെ, കോപ്പി അടിച്ചിട്ട് മൊട്ടയിട്ട ആളല്ലേ താൻ. അപ്പൊ കൂടുതലൊന്നും പറയണ്ട. എന്താ ആന്റി പറയുന്നത്? കുറച്ചു നേരം കൊണ്ട് അമ്മ കൂടെ വരണമെന്ന് പറഞ്ഞോണ്ടിരിക്കുക. അമ്മയെ കൊണ്ടുപോയാൽ ചിലപ്പോ ശരിയാവത്തില്ല. അച്ഛനും അമ്മയും അവിടെ സീനായിരിക്കും. വരട്ടടോ, ആന്റി ഒന്ന് അച്ഛനെ കാണട്ടെ. ആന്റിയെ കൂടി കുടിക്കോ? വാ ആന്റി. അല്ല, താൻ ഐശ്വര്യത്തെ കണ്ടായിരുന്നോ? കോടതിയിൽ വരാന്നാ പറഞ്ഞിരിക്കുന്നത്. വാ, വേഗം ഇറങ്ങ്. കേസ് 106/22 രാമകൃഷ്ണ മകൻ ശിവദാസൻ. ഐശ്വര്യത്തെ ഇതുവരെ എത്തിയിട്ടില്ല.
ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ഫോൺ സ്വിച്ച് ഓഫാ. കേസ് 106/22. കോടതിയാ, അകത്തേക്ക് കയറുമ്പോ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കണം. ഫോർ അക്യൂസ്ഡ് യുവർ ഓണർ, പ്രതിയെന്ന് സംശയിക്കുന്ന എന്റെ കക്ഷി ശിവദാസൻ തികച്ചും നിരപരാധിയാണെന്നും കൊട്ടാരത്തിനോടും കൊല ചെയ്യപ്പെട്ട തമ്പുരാനോടും തമ്പുരാട്ടിയോടും കൂറു പുലർത്തിയിരുന്ന ആളാണെന്നും ഒരിക്കൽ കൂടി ഞാൻ ബഹുമാനപ്പെട്ട കോടതിയെ അറിയിക്കുകയാണ്. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നത് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ അടിസ്ഥാന തത്വമാകയാൽ എന്റെ കക്ഷി ശിവദാസന് ബെയിൽ അനുവദിക്കണമെന്ന് കോടതിയോട് ഞാൻ അപേക്ഷിക്കുന്നു. പ്രതിഭാഗം വക്കീൽ നൽകിയ ജാമ്യാപേക്ഷ ഒരിക്കലും പരിഗണിക്കാൻ പാടുള്ളതല്ലെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ അപേക്ഷിക്കുകയാണ്. നിരപരാധികൾ ശിക്ഷിക്കപ്പെടാതിരിക്കണം. പക്ഷേ സംരക്ഷണവും തണലും കൊടുത്ത് തമ്പുരാനെയും തമ്പുരാട്ടിയും കൊലപ്പെടുത്തി വിശ്വാസ്യതയ്ക്ക് തന്നെ കളങ്കം ചാർത്തിയ ഈ കുറ്റവാളി ശിക്ഷിക്കപ്പെടണം. പ്രതി ശിവദാസൻ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്ന കാലമത്രയും വിശ്വാസ്യതയും കൂറും പുലർത്തിയിരുന്നു എന്ന് അവകാശപ്പെടുന്ന പ്രതിഭാഗം വക്കീൽ അതിന് തെളിവായി രാജകുടുംബത്തിൽ ഒരു അംഗത്തെ കൊണ്ട് സത്യവാങ്മൂലം നൽകണമെന്ന് ബഹുമാനപ്പെട്ട കോടതി നിർദ്ദേശിച്ചിരുന്നു. അങ്ങനെ ആരെങ്കിലും വന്നിട്ടുണ്ടോന്ന് ബഹുമാനപ്പെട്ട കോടതി ആരായണമെന്ന് അപേക്ഷിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്താണ് പ്രതിഭാഗം വക്കീലിന് പറയാനുള്ളത്? ഇന്ന് രാജഭരണമായിരുന്നെങ്കിൽ ഒരു നാട്ടുരാജ്യം ഭരിക്കേണ്ടിയിരുന്ന ജ്ഞാനിയും സംഗീതജ്ഞനുമായ തമ്പുരാനെയും തമ്പുരാട്ടിയും അരുംകൊലം ചെയ്ത ഈ പ്രതിക്ക് വേണ്ടി കൊട്ടാരത്തിൽ നിന്നും ആരും വരാൻ പോകുന്നില്ല. ഇതിൽ നിന്ന് തന്നെ കൊട്ടാരത്തിലുള്ളവരെല്ലാം ശിവദാസൻ തന്നെയാണ് പ്രതിയെന്ന് വിശ്വസിക്കുന്നതായി അനുമാനിക്കാം. ഇത്തരം കാര്യങ്ങളും കൂടി കണക്കിലെടുത്ത് ഈ പ്രതിക്ക് വധശിക്ഷ തന്നെ നൽകണമെന്ന് ഞാൻ കോടതിയോട് താഴ്മയായി അപേക്ഷിക്കുന്നു. പ്രതിഭാഗം വക്കീലിന് കൊട്ടാരത്തിൽ നിന്ന് ആരെങ്കിലും ഹാജരാക്കി പ്രതിയുടെ വിശ്വസ്തതയും കൂറും തെളിയിക്കാൻ സാധിക്കുമോ?